ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്ക് നമ്മുടെ ചെടികൾക്കൊക്കെ വേണ്ട ചെടികൾക്കും പച്ചക്കറിക്കൊക്കെ വേണ്ട ഒരു മരുന്നുണ്ടാക്കിയാലും മരുന്നല്ല ഒരു കൂട്ടം നമുക്ക് ഉണ്ടാക്കാം. ഇത് നന്നായിട്ട് ചെടികൾ വളരും, പൂ വളരും. നല്ല ഇതാണ്. ചെടീൻ്റെ വേരുകളൊക്കെ നന്നായിട്ടുണ്ട്. തളുക്കാൻ വിഷമമുള്ളതെല്ലാം പെട്ടെന്ന് തളുത്ത് നല്ല ഉഷാറാവും. അതിന് വേണ്ട സാധനങ്ങളാണ് നമ്മളിന്ന് ആക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറ്റാർ വാഴ എല്ലാവരും വീട്ടിൽ കൂടെ കാണില്ല ഇപ്പോൾ കറ്റാർ വാഴ. പിന്നെ കുറച്ച് അവല്, 4 അല്ലി വെളുത്തുള്ളി. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്ന് അരിഞ്ഞെടുത്തിട്ട് നമുക്ക് വേഗം അരച്ചെടുക്കാം. എന്നിട്ട് ബാക്കി കാണിച്ചു തരാം. എല്ലാം ആക്കി വെച്ചിട്ട് ഇനി കുറച്ച് വെള്ളം ഒഴിക്കാം. നമുക്ക് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് ശരിക്കും അരച്ചെടുക്കാം. ഈ അവലിന് ഇതിൽ വേണമെങ്കിൽ ചോറിടാം കേട്ടോ. ചോറ് വേണ്ടവർക്ക് ചോറിടാം. അപ്പോൾ അവലുള്ളത് കൊണ്ട് അവലിടാം, അങ്ങനെ ഉള്ളു കേട്ടോ. അപ്പോൾ ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. ശരിക്കും ഇളക്കി ഇത് മൂടി വെക്കണം. എന്നിട്ട് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് നാളെ എടുക്കണം. അപ്പോൾ തന്നെ ഇത് പുളിക്കും. നാളെ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് അത് വെള്ളം കൂട്ടണം, നന്നായിട്ട് വെള്ളം കൂട്ടണം. ഇച്ചിരി വെള്ളമൊന്നും കൂട്ടരുത്. ഇപ്പം നനയ്ക്കുമ്പോൾ ഇതിൻ്റെ കണക്കിന് നമുക്കൊരു ഇതറിയാമല്ലോ. ആ വെള്ളം എടുത്ത് നന്നായിട്ട് കൂട്ടിയിട്ട് ഇതും കൂടെ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരാഴ്ചയാകുമ്പോൾ തന്നെ ഇതിൻ്റെ റിസൾട്ട് അറിയും. നമ്മൾ ഈ ചെയ്തതിൻ്റെ പൂവിടുന്ന ഇപ്പോൾ കടലാസ് ചെടിക്കൊക്കെ ഭയങ്കര ഡിമാൻഡല്ലേ പൂ വിരിയാനൊക്കെ. അപ്പോൾ പൂവിൻ്റെ ഇതൊക്കെ അപ്പോൾ ഇതൊഴിച്ച് കഴിയുമ്പോൾ നന്നായിട്ട് പൂവും വിരിയും എല്ലാം ആവും കേട്ടോ. എല്ലാ ചെടികളും നല്ല ഉഷാറാവും. പക്ഷേ വെള്ളം കുറച്ച് ഇതാക്കരുത് കേട്ടോ. നന്നായിട്ട് വെള്ളം കൂട്ടണം. വെള്ളം കുറയ്ക്കുമ്പോൾ ഇതിൻ്റെ വേരുകൾക്ക് നാശം വന്ന് നശിച്ചു പോവും. അപ്പോൾ അങ്ങനെ വരരുത്. വെള്ളം നന്നായിട്ട് നമ്മൾ വളമൊക്കെ ചേർക്കില്ലേ എന്ന് പറഞ്ഞാൽ സൂക്ഷിച്ച് ചെയ്യുക. അപ്പം ബാക്കി നാളെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണെന്ന്. ഇത് പുളിക്കട്ടെ. നമുക്കിനി ഇതെടുത്ത് മൂടി വെക്കാം. ഇത് നന്നായിട്ട് ഇളകി ഇത് കണ്ടില്ലേ, ഇതേപോലെ ആയിരിക്കണം കേട്ടോ. ഇനി ഇത് മൂടി വെക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് നാളെ രാവിലെ നാളെ ഈ സമയത്ത് നമുക്ക് എടുത്തിട്ട് ആക്കാം. അപ്പം തന്നെ ഇത് നന്നായിട്ട് പുളിക്കണം. ഇത് പുളിച്ച് കൊണ്ടുവരണം, എന്നിട്ട് വേണം കേട്ടോ. ഓക്കെ. അപ്പോൾ ഹൈസ്, ഇന്നലെയാണ് നമ്മൾ കൂട്ടുകാരെ നമ്മളാക്കി വെച്ചില്ല, ഈ സമയത്താക്കി നന്നായിട്ട് പുളിച്ചട്ടോ. കറ്റാർ വാഴ, അവല്, വെളുത്തുള്ളി എല്ലാം കൂടെ അടിച്ച് വെച്ചത്. അപ്പോൾ അതെങ്ങനെ ചേർക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നന്നായിട്ട് പുളിച്ച്, അപ്പം നന്നായിട്ട് വെള്ളം ചേർത്തിട്ട് വേണം ഇതാക്കാൻ. അപ്പോൾ നമുക്കതെങ്ങനെയാണെന്ന് നോക്കാം. ബക്കറ്റ് എടുത്തു, ബക്കറ്റിലേക്ക് ഒഴിക്കുക കേട്ടോ. ഫുള്ള് കാണുന്നില്ലേ ഒഴിക്കുന്നത്. നന്നായിട്ട് വെള്ളം കൂട്ടണം കേട്ടോ, ഇല്ലെങ്കിൽ ചോടെല്ലാം കൂടെ ഇതായിപ്പോവും. പാത്രവും കൂടെ കഴുകി വെക്കും. ഇതിനകത്ത് നന്നായിട്ട് പൂവും ഉണ്ടാവും, കായും ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. പക്ഷെ നന്നായിട്ട് വെള്ളം ചേർക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. അങ്ങനെ നമ്മൾ വെള്ളം നന്നായിട്ട് കൂട്ടിയെടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമ്മുടെ ചീനി തൈക്ക് ഒഴിക്കാം. കണ്ടോ, ഇങ്ങനെ അങ്ങ് ഒഴിച്ചു കൊടുത്താൽ മതി. നമുക്ക് കാന്താരിയൊക്കെ ഉഷാറാവട്ടെ. ഇനി ഇതേപോലെ ഈ ചെടിക്കെല്ലാം ഒഴിക്കണം. കണ്ടില്ലേ, ചെടിക്ക് ഒഴിക്കണം. നമ്മുടെ അവിടുത്തെ പയറില്ലേ, ഇവിടെ നട്ടേക്കുന്ന പയറൊക്കെ വള്ളി വീണു. ഈ പയറിനൊക്കെ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കിയിട്ട് ചെടിക്കും പച്ചക്കറിക്കും ഒക്കെ ഒഴിക്കണം. പക്ഷെ നന്നായിട്ട് വെള്ളം ചേർക്കണേ. വെള്ളം ചേർത്തിട്ട് വേണം ആക്കാൻ കേട്ടോ. എന്നിട്ട് വേണം നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ വേരിന് പിടിക്കുള്ളൂ. ഇതിൽ വേരടക്കം ഉണങ്ങിപ്പോവും. ഞാൻ പറഞ്ഞു തന്നൊന്നും പറഞ്ഞുകൊണ്ട് വെള്ളം ഒഴിക്കാതെ ആരും ഒന്നും ചെയ്യരുത് കേട്ടോ. വെള്ളമൊക്കെ ചേർത്ത് എല്ലാം പപ്പാതി ഒരു ബക്കറ്റ് വെള്ളം എടുത്തൊഴിച്ച് എല്ലാത്തിനും ചേർത്താൽ മതി കൂട്ടിയിട്ട്. കറ്റാർ വാഴ, വെളുത്തുള്ളി, അവലിൻ്റെ ഇതിൽ ചോറ് വേണമെങ്കിൽ ചോറിടാം കേട്ടോ. എന്നിട്ട് ഒരു ദിവസം പുളിപ്പിക്കാൻ വെക്കും. പുളിപ്പിച്ച് കഴിഞ്ഞിട്ട് നമുക്കെടുത്ത് ചേർത്ത് വെക്കാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ലൈക്ക്, ഷെയർ, കമൻറ്റ് ഇടുക. ബായ്. വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. ബായ്.